Local time. The time determined according to the longitude of a place is the local time of that place. All places on the same meridian will have the same local time. The local time of a place can also be calculated if we know the longitude of a place and the local time and longitude of another place. For the time determined according to the longitude of a place is the local time of that place. അതായത് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിലത്തെ ലോഞ്ചിറ്റ്യൂഡിന്റെ ടൈമിനെ ഡിറ്റർമിൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണക്കാക്കുക, ലോക്കൽ ടൈം കണക്കാക്കുക. അപ്പം the time determined according to the longitude of a place is the local time of that place. Local time means the time determined according to the longitude of a place is the local time of that place. അതായത് ഒരു സ്ഥലത്തിന്റെ ലോക്കൽ ടൈം അറിയണമെങ്കിൽ അത് ലോഞ്ചിറ്റ്യൂഡിന്റെ ടൈം, ലോഞ്ചിറ്റ്യൂഡിന്റെ ഡിഗ്രി അനുസരിച്ചായിരിക്കും. അല്ലേ അല്ലേ? ഒരു ഡിഗ്രി പോണെങ്കിൽ എത്ര മിനിറ്റ് വേണം? 4 minutes അല്ലേ? 4 minutes ആണോ? 1 hour പോണെങ്കിൽ 60 minutes. അല്ല സോറി, 1 hour പോണെങ്കിൽ എന്താ ജസ്റ്റേ പറഞ്ഞോ? നമ്മൾ പറഞ്ഞു ഒരു ഡിഗ്രി സഞ്ചരിക്കാൻ 4 ഡിഗ്രി അല്ലേ? 4 minutes, 4 മിനിറ്റ് കൊണ്ട് ഒരു ഡിഗ്രി സഞ്ചരിക്കാൻ പറ്റും. അപ്പൊ 15 മിനിറ്റ് ആവുമ്പോ 15 ഡിഗ്രി സഞ്ചരിക്കണമെങ്കിൽ എത്ര വേണം? 1 hour. 1 hour. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ലോക്കൽ ടൈം എന്ന് പറഞ്ഞാൽ the time determined according to the longitude of a place. The time determined according to the longitude of a place is the local time of that place. All places of the same meridian will have the same local time. അതായത് ഒരേ മെരീഡിയനിലുള്ള സ്ഥലങ്ങൾ, ഒരേ ലോഞ്ചിറ്റ്യൂഡിൽ, ഒരേ മെരീഡിയനിലുള്ള സ്ഥലങ്ങൾക്കെല്ലാം സെയിം ടൈം ആയിരിക്കും, സെയിം ലോക്കൽ ടൈം ആയിരിക്കും. ഇപ്പൊ 15 ഡിഗ്രി ആണെങ്കിൽ 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലുള്ള എല്ലാ പ്ലേസിലും സെയിം ലോക്കൽ ടൈം ആയിരിക്കും. The local time of a place can also be calculated if we know the longitude of a place and the local time and longitude of another place. നമുക്കറിയാം ഒരു സ്ഥലത്തെ ലോഞ്ചിറ്റ്യൂഡ്, ഇത്ര ലോഞ്ചിറ്റ്യൂഡിൽ ഇത്ര ലോഞ്ചിറ്റ്യൂഡ് ഇന്ന സ്ഥലമാണെന്ന് അറിഞ്ഞാൽ നമുക്ക് അടുത്ത സ്ഥലത്തിന്റെ ലോഞ്ചിറ്റ്യൂഡ് അറിയെങ്കിൽ നമുക്ക് അവിടുത്തെ ടൈം കണക്കാക്കാൻ പറ്റില്ലേ? ഇപ്പൊ 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡില് 1 മണിയാണെങ്കിൽ 16 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആകുമ്പോ എത്രയാവും? ആ ഒരു മണിയാണെങ്കിൽ 1 മിനിറ്റും 1 മണിക്കൂറും 1 മണിയും 4 മിനിറ്റും. മനസ്സിലായില്ലേ? അത് 17 ഡിഗ്രി ആകുമ്പോ 1 മണിയും 8 മിനിറ്റ്സും. അപ്പൊ അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. 1 ഡിഗ്രി കൂടുമ്പോ 4 മിനിറ്റ് ടൈമിൽ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ഒരു സ്ഥലത്തിന്റെ ലോഞ്ചിറ്റ്യൂഡ്, ഒരു പ്ലേസിന്റെ ലോഞ്ചിറ്റ്യൂഡ് അറിയാമെങ്കിൽ, നമുക്ക് അടുത്ത സ്ഥലത്തിന്റെ ലോഞ്ചിറ്റ്യൂഡ് അറിയാമെങ്കിൽ നമുക്ക് അവിടുത്തെ സമയം കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് മിസ് പറഞ്ഞത്, 1 ഡിഗ്രി സഞ്ചരിക്കുമ്പോ 4 മിനിറ്റ്. അപ്പം 15 ഡിഗ്രി സഞ്ചരിക്കുമ്പോ 1 മണിക്കൂർ. 15 ഡിഗ്രി ഉള്ള ഒരു സ്ഥലത്ത് 1 മണിയാണെങ്കിൽ അത് 30 ഡിഗ്രി ആവുമ്പോ 2 മണിയായിരിക്കും ടൈം. ഓക്കെ അല്ലേ? ഇനി ഈസ്റ്റിലേക്ക് പോകുമ്പോ എന്ത് ചെയ്യും? കൂടും. വെസ്റ്റിലേക്ക് പോകുമ്പോ കുറയും. അതിന് എക്സാമ്പിൾ താഴെ കൊടുക്കുന്നുണ്ട്, നോക്കാം. Let us understand this concept using an example. There are 2 places A and B located at 60 degree east and 60 degree west, longitudes respectively. The time at the prime meridian or Greenwich is 12 noon. Find the local time at A and B. എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു സെയിം മെരീഡിയൻ ആണെങ്കിൽ അവിടുത്തെ ടൈം സെയിം ആയിരിക്കും. അതുപോലെ there are 2 places A and B located at 60 degree east and 60 degree west. അപ്പൊ 60 ഡിഗ്രി ഈസ്റ്റിലും വെസ്റ്റിലുമുള്ള ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്സിലുള്ള ടൈമിന്റെ പ്ലേസിന്റെ ടൈം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇപ്പൊ ഗ്രീൻവിച്ച് എന്ന് പറയുന്നത് നൂണാണ്. ഗ്രീൻവിച്ചിൽ നൂണാണെങ്കിൽ നമുക്ക് എങ്ങനെ, ഹൗ ക്യാൻ വി ഫൈൻഡ് ദ ടൈം ഓഫ് പ്ലേസ് എ ആൻഡ് പ്ലേസ് ബി? നോക്കുക, പ്ലേസ് എയുടെ കാര്യം നോക്കുക. ദ ഡിഫറൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് ബിറ്റ്വീൻ എ ആൻഡ് ദ പ്രൈം മെരീഡിയൻ ഈസ് 60 degrees ടുവേർഡ്സ് ദ ഈസ്റ്റ്. നമ്മൾ പറഞ്ഞു പ്രൈം മെരീഡിയൻ എന്ന് പറയുന്നത് 12 noon ആണ്. മനസ്സിലാകുന്നുണ്ടോ? പ്രൈം മെരീഡിയൻ ഈസ് 12 noon. 12 മണിയാണ് ഗ്രീൻവിച്ചിൽ 12 മണിയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 60 degrees ടുവേർഡ്സ് ദ ഈസ്റ്റ്, എ എന്ന് പറയുന്നത് ഈസ്റ്റിലേക്കാണ് പോകുന്നത് അല്ലെ? 60 ഡിഗ്രി ഈസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം എത്രയായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞേ. ഹൗ ക്യാൻ വി ഫൈൻഡ് ദ ടൈം ഓഫ് എ?
ഗ്രീൻവിച്ച് 12 ആണ്. 12ൽ നിന്ന് 60 ഡിഗ്രിയിലേക്ക് പോകണം. 60 ഡിഗ്രിയിലേക്ക് പോകുമ്പോ എത്ര ടൈം വ്യത്യാസം വരും ജീവ? എത്ര ടൈം വ്യത്യാസം വരും? നമ്മൾ പറഞ്ഞു 15 ഡിഗ്രി പോണെങ്കിൽ 1 അവർ, 30 പോണെങ്കിൽ 2 അവർ, 45 ആവുമ്പോ 3 അവർ, then 60 ഡിഗ്രി ആവുമ്പോ 4 അവർ. ഇനി ഈസ്റ്റിലേക്ക് ആവുമ്പോ ടൈം കൂടുവോ കുറയുവോ? എന്ത് ചെയ്യും? ഈസ്റ്റിലേക്ക് ആവുമ്പോ ടൈം കൂടും അല്ലെ? ഉച്ച എന്നുള്ളത് കൂടിക്കൂടി പോകും. ഇപ്പം 12 മണി ഉച്ചയാണ് ഉള്ളത്. അത് 1 മണി, 2 മണി, 3 മണി, 4 മണി, വൈകുന്നേരം 4 മണിയായിരിക്കും എയിലെ ടൈം. മനസ്സിലായോ? 60 ഡിഗ്രി ഈസ്റ്റിലെ ടൈം 4 മണിയായിരിക്കും, 4 PM. മനസ്സിലായോ? ഒന്നുകൂടെ മിസ് പറയാം. നമ്മൾ പറഞ്ഞു ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ടൈം കൂടിക്കൂടി വരും, മുന്നോട്ട് പോകും. വെസ്റ്റിലേക്ക് പോകും, ബാക്കിലേക്ക് പോണം. അപ്പം ഒരു 15 ഡിഗ്രി സഞ്ചരിക്കണമെങ്കിൽ 1 അവർ, 15 മിനിറ്റ്സ് സഞ്ചരിക്കുമ്പോൾ 4 മിനിറ്റ്സ്, 15 ഡിഗ്രി സഞ്ചരിക്കുമ്പോൾ 1 അവർ, 1 ഡിഗ്രി സഞ്ചരിക്കുമ്പോൾ 4 മിനിറ്റ്സ്. അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രിയിലേക്ക് പോകുമ്പം നമ്മൾ പറഞ്ഞു ഗ്രീൻവിച്ചിൽ നൂൺ ടൈം ആണെങ്കിൽ 15 ഡിഗ്രി പോകുമ്പോ ആ നൂൺ എന്നുള്ളത് എന്താവും? 1 മണിയാവും, ഉച്ച 1 മണിയാവും. ഇനി 30 ആവുമ്പോ ഉച്ചക്ക് 2 മണിയാവും. ദെൻ 45 ആവുമ്പോ 3 മണിയാവും. ദെൻ 60 ഡിഗ്രി ഈസ്റ്റിൽ എത്തുമ്പോ 4 മണി. മനസ്സിലായോ? മനസ്സിലായോ ആ ടൈം കിട്ടിയത്? യെസ്. ഇനി ബിന്റെ കാര്യം നോക്കുക. അത് വെസ്റ്റിലാണ്. The place B is located at 60 ഡിഗ്രി വെസ്റ്റിലാണ്. വെസ്റ്റിലാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? ടൈം പുറകോട്ട് പോകണം അല്ലെ? ടൈം ബാക്കിലേക്കാണ് പോണ്ടത്. അപ്പൊ 60 ഡിഗ്രി പോണെങ്കിൽ 4 മണിക്കൂർ വ്യത്യാസം വരണം. അപ്പം 12 മണി ഉച്ച എന്നുള്ളത് 11 മണി രാവിലെ ആവും. 10, 9, 8. മനസ്സിലായോ? 8 AM ആയിരിക്കും. മനസ്സിലായില്ലേ? അതായത് 12 മണി ഉച്ചയാണ് പ്രൈം മെരിഡിയൻ അല്ലെങ്കിൽ ഗ്രീൻവിച്ച്. അപ്പൊ നമുക്ക് വെസ്റ്റിലേക്കാണ്, 60 ഡിഗ്രി വെസ്റ്റ് ആണ്. അപ്പൊ ബാക്കിലോട്ടാണ് പോണ്ടത്. 12 മണി ഉച്ച എന്നുള്ളത് 11 AM, 10 AM, 9 AM, 8 AM. മനസ്സിലായോ? മനസ്സിലായോ? 45 ഡിഗ്രി വെസ്റ്റ് ആവുമ്പോ ടൈം 11 മണിയായിരിക്കും. 30 ഡിഗ്രി വെസ്റ്റ് ആവുമ്പോ ടൈം 10 ആയിരിക്കും. ദെൻ പിന്നെ 15 ഡിഗ്രി ആവുമ്പോ അത് വീണ്ടും കുറയും അല്ലേ? ആണോ മക്കളെ? മനസ്സിലാവുന്നുണ്ടോ മിസ് പറയുന്നത്? ഒന്ന് കണക്കൂട്ടി നോക്കി, ആ ടൈം ഒന്ന് കണ്ടുപിടിച്ചേ. എല്ലാവരും ഒന്ന് കണ്ടുപിടിച്ചേ. വെസ്റ്റിലേക്ക് പോകുമ്പോ നമ്മൾ പറഞ്ഞു ടൈം ബാക്കോട്ടാണ് പോകുന്നത്. അതായത് 12 മണി ഉച്ചയാണ് ഗ്രീൻവിച്ചിലുള്ളത്. അങ്ങനെയാണ് വെസ്റ്റിലേക്ക് പോകുമ്പോ 4 മണിക്കൂർ വ്യത്യാസം വരണം. 60 ഡിഗ്രിയാണ്. അപ്പൊ 4 മണിക്കൂർ വ്യത്യാസം വരുമ്പോ 12 മണി എന്നുള്ളത് 11 മണി AM ആവും, 10 മണി AM ആവും, ദെൻ 9 മണി AM ആവും, 8 മണിയാവും. 8 മണി AM ആയിരിക്കും ബിന്റെ ടൈം. മനസ്സിലായോ? അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, 75 ഡിഗ്രി ഈസ്റ്റിൽ എത്രയായിരിക്കും ടൈം? നമ്മൾ പറഞ്ഞു 60 ഡിഗ്രി ഈസ്റ്റില് 4 PM ആണ്. അപ്പൊ 75 ആവുമ്പോൾ എത്ര ടൈം ആയിരിക്കും? 75 ഡിഗ്രി ആവുമ്പോ 75 ഡിഗ്രി ഈസ്റ്റ്, 60 ഡിഗ്രി ഈസ്റ്റില് 4 PM ആണെങ്കിൽ 75 ഡിഗ്രി എത്രയായിരിക്കും? എത്ര കൂടി? 15 ഡിഗ്രി കൂടിയില്ലേ? അപ്പൊ 1 മണിക്കൂർ കൂട്ടണം. 4 PM എന്നുള്ളത് 5 PM എന്നായിരിക്കും അല്ലേ? ആണോ നിജാദ്? നിജാദ് മനസ്സിലാവുന്നുണ്ടോ? യെസ്. അപ്പൊ ഈസ്റ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് ടൈം കൂട്ടി പോകണം. വെസ്റ്റിലേക്ക് പോകുമ്പോൾ ടൈം കുറയ്ക്കണം. മനസ്സിലായില്ലേ? ദെൻ പ്ലേസ് ബി നോക്കുക. ദ ഡിഫറൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് ബിറ്റ്വീൻ ബി ആൻഡ് പ്രൈം മെരിഡിയൻ ഈസ് 60 ഡിഗ്രി ടുവേർഡ്സ് ദ വെസ്റ്റ്. അത് വെസ്റ്റിലേക്കാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു 60 ഡിഗ്രി ആവുമ്പോ 4 അവേഴ്സിന്റെ വ്യത്യാസമാണ്. അപ്പൊ 12 മണി ഉച്ച എന്നുള്ളത് 11 മണി, 10 മണി, 9 മണി, 8 മണി, 8 മണി AM ആയിരിക്കും. ഈസ്റ്റിലേക്ക് പോകുമ്പോ 12 മണി ഉച്ച എന്നുള്ളത് 1 മണി, 2 മണി, 3 മണി, 4 മണി, വൈകുന്നേരം 4 മണി ആയിരിക്കും അല്ലേ? ഇത് മനസ്സിലായവരൊന്ന് തമ്പ് തന്നെ. ഇഫ് യു ഹാവ് അണ്ടർസ്റ്റുഡ് പ്ലീസ് ഷോ യുവർ തമ്പ് ലൈക്ക് ദിസ്. മനസ്സിലായില്ലേ? യെസ്. ഇനി നെക്സ്റ്റ് വൺ, സ്റ്റാൻഡേർഡ് ടൈം. സ്റ്റാൻഡേർഡ് ടൈം
The local time based on the meridian of a place is different on different meridians. There would be confusion if all places on different meridians follow their own local time. It will be difficult to prepare and follow the timetable for the smooth functioning of railways, airways, etc. The local time based on the meridian of a place. നമ്മൾ പറഞ്ഞു ലോക്കൽ ടൈം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തെ ലോക്കൽ ടൈം അറിയണമെങ്കിൽ ആ സ്ഥലത്തെ മെരീഡിയന്റെ ടൈം മെരീഡിയന്റെ ഡിഗ്രി അറിയണം. ഈസ് ഡിഫറെന്റ് ഓൺ ഡിഫറെന്റ് മെരീഡിയൻസ്. അതായത് ഡിഫറെന്റ് പ്ലേസ് ആയിരിക്കും ഡിഫറെന്റ് ഡിഗ്രീസ് ആയിരിക്കും ഡിഫറെന്റ് മെരീഡിയൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡിഫറെന്റ് ടൈമും ആയിരിക്കില്ലേ അല്ലേ? യെസ്. There would be confusion if all places on different meridians follow on local time. അതായത് ഡിഫറെന്റ് മെരീഡിയനും അതിന്റെ ടൈം വ്യത്യാസമായിരിക്കും. 15 ഡിഗ്രി മെരീഡിയൻ ഉള്ളതായിരിക്കില്ല 16 ഡിഗ്രി ആവുമ്പോൾ 4 മിനിറ്റ്സിന്റെ വ്യത്യാസം വന്നു. ദെൻ 15 ഡിഗ്രിയിൽ ഉള്ളതായിരിക്കില്ല 30 ആവുമ്പോൾ 1 അവർ വ്യത്യാസം വന്നു അല്ലേ? It will be difficult to prepare and follow the timetable for the smooth functioning of railways, airways, etc. as they have to cross several meridians. In order to overcome this difficulty, it has become necessary to adopt the local time of some central meridian of the country to provide the standard system of time. അതായത് ഇതൊക്കെ ഇങ്ങനെ ഓരോ മെരീഡിയനിലും വ്യത്യസ്ത ടൈം ആവുമ്പോൾ നമുക്ക് എന്താണ് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്, നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഫൈൻഡ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് കൊണ്ടുവന്നു സ്റ്റാൻഡേർഡ് ടൈം കൊണ്ടുവന്നു. Then in every country of the world a more or less central meridian has been selected as the standard meridian. The standard meridian എന്ന് പറഞ്ഞാല് every country of the world, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും more or less സെൻട്രൽ മെരീഡിയൻ, കൂടുതലോ കുറവോ ഉള്ള സെൻട്രൽ മെരീഡിയനെ സെലക്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് മെരീഡിയൻ എന്ന് പറയാം. മനസ്സിലായോ? Then നോക്കുക, the local time based on different meridian അല്ലെ meridian is meridian of place is a different on different meridians. It is very difficult to find the difficult to the railways, airways, etc. So we adopt standard time. Standard time means every country of the world a more or less central meridian has been selected as standard meridian. അത് സെൻട്രൽ മെരീഡിയനെ സെലക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് മെരീഡിയൻ എന്ന് പറയാം. The local time of the standard meridian is used as the standard time for the whole country. The local time of the standard meridian, അതായത് സ്റ്റാൻഡേർഡ് മെരീഡിയനിൽ ലോക്കൽ ടൈം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടൈം ആയി കൺസിഡർ ചെയ്യും എല്ലാ രാജ്യത്തെയും സ്റ്റാൻഡേർഡ് ടൈം. Through an international agreement, the local time of a place is linked to the Greenwich Mean Time. അങ്ങനെ എന്ത് ചെയ്തു? ഇന്റർനാഷണൽ എഗ്രിമെന്റ് ആണ് എന്ത്? ലോക്കൽ ടൈം ഓഫ് എ പ്ലേസ്, ഒരു സ്ഥലത്തെ ലോക്കൽ ടൈമിനെ ഗ്രീൻവിച്ച് മീൻ ടൈമുമായി ലിങ്ക് ചെയ്യാം. അതായത് ഏത് സ്ഥലത്തെ ലോക്കൽ ടൈമിനെ ഗ്രീൻവിച്ച് മീൻ ടൈമുമായി GMT അതുമായി ലിങ്ക് ചെയ്യാം. The standard meridian of a country is generally a multiple of 15 degree or 7.5 degree, so that the difference of time between the GMT and the standard time of that country can be expressed as multiple of an hour or half an hour. ഒന്ന് മനസ്സിലായി? ഒന്ന് വായിച്ചു നോക്കിയ പാരഗ്രാഫ്. Please read that paragraph, all of you. വായിച്ചു നോക്കിട്ട് മിസ്സിന് ഇങ്ങോട്ട് പറഞ്ഞ. ജോയലെ പ്ലീസ് റീഡ്. ഒന്ന് മനസ്സിലായി അതിൽ നിന്ന് നിങ്ങൾക്ക്? എന്ത് മനസ്സിലായി? ജീവ, ജോയൽ, ആതിര, നിജാദ്, ജസ്റ്റസ്, ഹെവൻ ആൻഡ് നിജാദ്, പ്ലീസ് സ്വിച്ച് ഓൺ യുവർ ക്യാമറ. Heaven and Nijat, please switch on your camera.
ആതിരക്ക് എന്ത് മനസ്സിലായി മോളെ ആ പാരഗ്രാഫ് വായിച്ചപ്പോ? ആതിര മനസ്സിലായോ എന്തെങ്കിലും? ഇല്ല. ജസ്റ്റ് സേ സ്വിച്ച് ഓൺ യുവർ ക്യാമറ. ഹെവൻ, നിജാദിന് എന്ത് മനസ്സിലായി മോനെ ആ പാരഗ്രാഫ് വായിച്ചപ്പോ? എന്ത് മനസ്സിലായി നിജാദെ? എന്തോ ഒരു 15 ഡിഗ്രിയുടെ കാര്യം 7.5 ഡിഗ്രിയുടെ ഒക്കെ കാര്യം പറയുന്നുണ്ടല്ലോ, അതെന്താ അത് നിജാദെ? ആ മനസ്സിലായിട്ടില്ല. ഇല്ല. എന്നാൽ ആര് ഹെൽപ്പ് ചെയ്യും? ജസ്റ്റ് സേ, ജസ്റ്റിസിന് എന്ത് മനസ്സിലായി? ഡു യു അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് ഫ്രം ദാറ്റ് പാരഗ്രാഫ്? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്? നത്തിങ്. ഓക്കെ, നോക്കാം. നോക്ക്. The standard meridian of a country is generally a multiple of 15 degree or 77.5 ആയിരിക്കും. അതായത് ഒരു സ്ഥലത്തിന്റെ, ഒരു രാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് മെരീഡിയൻ എന്ന് പറയുന്നത് 15 ഡിഗ്രിയുടെയോ അല്ലെങ്കിൽ 7.5യുടെയോ മൾട്ടിപ്പിൾ ആയിരിക്കും. So that the difference of the time between the GMT and the standard time so that can be expressed as multiple of an hour or half an hour. അതായത് എന്താ പറയുന്നത്, GMTയും പിന്നെ GMTയും സ്റ്റാൻഡേർഡ് ടൈമും തമ്മിൽ 5.5യുടെയോ അല്ലെങ്കിൽ 15 ഡിഗ്രിയുടെയോ മൾട്ടിപ്പിൾ വ്യത്യാസം ഉണ്ടാവുന്ന പറഞ്ഞത്. 15 ഡിഗ്രി അല്ലെങ്കിൽ 7.5 ഡിഗ്രിയുടെ വ്യത്യാസം. നോക്ക്. The standard meridian of India is 82.5 degree east. The standard meridian of India is 82.5 east longitude. ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് ആണ്. മനസ്സിലായോ? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഈസ് 82.5 degree east longitude, which passes through Allahabad. ഇത് ഏതിലൂടെ പാസ് ചെയ്യുന്നു? This passes through Allahabad. The difference of time between GMT and 82.5 degree east is 5 hours and 30 minutes. മനസ്സിലായോ? മനസ്സിലായോ? നോക്ക്, നമ്മൾ പറഞ്ഞു 15 ഡിഗ്രി അല്ലെങ്കിൽ 7.5 ഡിഗ്രിയുടെ വ്യത്യാസമാണ് സ്റ്റാൻഡേർഡ് ടൈമും GMTയും തമ്മിലെന്ന് പറഞ്ഞു. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഈസ് 82.5 ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ടൈം വ്യത്യാസം എത്രയാണെന്നറിയോ? 5.5 മണിക്കൂറാണ്. 5 hour and 5.5 an hour. 5.5 എങ്ങനെ വരും? 5.5 വ്യത്യാസം എങ്ങനെ വന്നു? 5.5 മണിക്കൂറിന്റെ വ്യത്യാസം എങ്ങനെ വന്നു? എങ്ങനെ വന്നു? അതായത് 0 ഡിഗ്രി ന്യൂൺ ആണെങ്കിൽ 15 ആവുമ്പോ 1 മണിക്കൂർ, 1 മണി അല്ലെ? 12 ആവുമ്പോ 2 അല്ല, സോറി, 15 ആവുമ്പോ 1 മണിക്കൂർ, 30 ആവുമ്പോ 2, 45 ആവുമ്പോ 3, 60 ആവുമ്പോ 4, 75 ആവുമ്പോ 5 അല്ലേ? 75 ആവുമ്പോ 5 ആയി. അത് 82 ആവുമ്പോ 7.5 വന്നു അല്ലേ? അതാണ് 5.5. മനസ്സിലായോ? മനസ്സിലായോ? നമ്മൾ പറഞ്ഞു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഈസ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെരീഡിയൻ ഈസ് 82.5 degree east of east longitude. Then the Indian standard time at local time or GMT is എത്ര വ്യത്യാസമുണ്ട്? 5.5 മണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. അത് കിട്ടുന്നത് നമ്മൾ പറഞ്ഞു 15 ഡിഗ്രി പോകുമ്പോ 1 hour വ്യത്യാസം വരും അല്ലെ? അങ്ങനെയാണ് 82.5 ഡിഗ്രി പോകുമ്പോ എത്ര വ്യത്യാസം വരും? 5.5 മണിക്കൂർ. 15 1 hour, 32 hour, 45 3 hour, 64 hour, 75 ആവുമ്പോ 5 hour. Then 75 ആയി, പിന്നെ 82.5 ആവാൻ എത്ര വേണം? 75ന്റെ കൂടെ 7.5 കൂടെ വേണം അല്ലേ? അല്ലേ മക്കളെ? അല്ലേ? 82.5 ആണെങ്കിൽ പിന്നെ 7.5 കൂടെ വേണ്ടേ? അത് half an hour. 15 ഡിഗ്രി വരുമ്പോ 1 hour, അപ്പൊ 7.5 വരുമ്പോ half hour. അപ്പൊ 5.5 hour difference. Okay. Yes. As the standard meridian of India is towards the east of the prime meridian, the standard time of India
is 5 hours and 30 minutes ahead of GMT. This is called Indian Standard Time or IST. നമ്മൾ പറഞ്ഞു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞ 82.5 ഈസ്റ്റ് ആണ്. ഈസ്റ്റിലേക്ക് വരുമ്പോൾ എപ്പോഴും ടൈം കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക, അതല്ലേ? 15 ഡിഗ്രി പോകുമ്പോൾ 1 മണിക്കൂർ, 30 ഡിഗ്രി പോകുമ്പോൾ 2 മണിക്കൂർ, then 45 3 hours, then 60 4 hours, 75 5 hours, then 82.5 5 hours and 30 minutes. Okay. Yes. ഇപ്പൊ ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ടൈം കൂടിക്കൊണ്ട് വരും. അപ്പം നമ്മുടെ ഇന്ത്യൻ മെരീഡിയൻ ഓഫ് സ്റ്റാൻഡേർഡ് മെരീഡിയൻ ഓഫ് ഇന്ത്യ ഈസ് 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. അപ്പൊ 5.5 മണിക്കൂർ വ്യത്യാസം, ടൈമിൽ 5.5 മണിക്കൂർ വ്യത്യാസം ഈസ്റ്റിലേക്ക് പോകുമ്പോൾ. വെസ്റ്റിലേക്ക് പോകുമ്പോഴും അതുപോലെ 5.5 കുറയും, കുറച്ച് വരണം. ഓക്കെ, മനസ്സിലായില്ലേ? നെക്സ്റ്റ് വൺ, ടൈം സോൺസ്. മക്കളെ ഇത്രയും മനസ്സിലായവരൊന്ന് തമ്പ് തന്നെ. ഈ ടൈമിന്റെ വ്യത്യാസം മനസ്സിലായവരൊന്ന് തമ്പ് തന്നെ മിസ്സിന്. മനസ്സിലായെങ്കിൽ മാത്രം തമ്പ് തരിക. മനസ്സിലായി? ഷുവർ ആണോ? ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ടൈം കൂടണം, വെസ്റ്റിലേക്ക് പോകുമ്പോൾ ടൈം കുറയണം. 15 ഡിഗ്രി ആണെങ്കിൽ 1 മണിക്കൂർ കൂടും, 15 ഡിഗ്രി ബാക്കിലേക്കാണെങ്കിൽ 1 മണിക്കൂർ കുറയും, അല്ലേ? അത് 30 ഡിഗ്രി ആകുമ്പോ 2 മണിക്കൂർ, ദെൻ 45 ആവുമ്പോ 3 മണിക്കൂർ, 60 ആവുമ്പോ 4 മണിക്കൂർ. മനസ്സിലായില്ലേ? ഇനി 75 ആകുമ്പോ 5 മണിക്കൂർ, 82.5 എന്ന് പറയുമ്പോ 15ന്റെ പകുതി വന്നില്ലേ, 7.5, അപ്പൊ അവിടെ ഹാഫ്. അങ്ങനെയാണ് 5.5 മണിക്കൂർ ഡിഫറൻസ്. ഓക്കെ, ഐ തിങ്ക് യു ഹാവ് അണ്ടർസ്റ്റുഡ്. ആർ യു ഓക്കെ? Next one, time zones. Some countries in the world, such as Russia, Canada, USA, and Australia, have a large longitudinal extent. One standard time for the countries was not enough to provide the uniformity of time. Some countries in the world, such as Russia, Canada, USA, and Australia, have large longitudinal extent. അതായത് ചില കൺട്രീസിലെ ലാർജ് കൺട്രീസ് ആയ റഷ്യ, കാനഡ, USA, ഓസ്ട്രേലിയ ഒക്കെ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെന്റ് ആണ്. ലാർജ് ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെന്റ്, വലിയ വ്യത്യാസങ്ങളുണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെന്റ് വളരെ വ്യത്യാസമാണ്. വൺ സ്റ്റാൻഡേർഡ് ടൈം ഫോർ ദീസ് കൺട്രി വാസ് നോട്ട് ഇനഫ്. അതായത് ഒരു സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് കൺട്രിയിൽ മതിയാവില്ല. ടു പ്രൊവൈഡ് ദ യൂണിഫോമിറ്റി ഓഫ് ടൈം. അങ്ങനെ വന്നപ്പം ലാർജ് കൺട്രീസിൽ ഇത് ശരിയാവില്ല എന്ന് തോന്നിയപ്പം in 1884, the International Prime Meridian Conference agreed to divide the world into 24 standard time zones. Large countries such as Russia, Canada, USA, and Australia have a large longitudinal extent. One standard time for these countries was not enough. Then, in 1884, the International Prime Meridian Conference agreed to divide world into 24 time zones. അങ്ങനെ വന്നപ്പം 1884 ഇന്റർനാഷണൽ പ്രൈം മെരീഡിയൻ കോൺഫറൻസിൽ വെച്ചില് ഒരു തീരുമാനം എടുത്തു. എന്താണ്? ഇന്റർനാഷണൽ പ്രൈം മെരീഡിയൻ കോൺഫറൻസിൽ ഒരു തീരുമാനം വന്നത് നമ്മുടെ വേൾഡിനെ 24 ടൈം സോൺ ആയി ഡിവൈഡ് ചെയ്യാൻ. മനസ്സിലായോ? In 1884, International Prime Meridian Conference decided the world is divided into 24 time zones. Each zone is narrow belt running from the north to south. അപ്പോൾ ഓരോ സോണിനും ഓരോ നാരോ സോണിനും അതിന്റെ ഒരു നാരോ ബെൽറ്റ് ഉണ്ട്. റണ്ണിങ് ഫ്രം നോർത്ത് ടു സൗത്ത്. നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോകുന്ന ഒരു നാരോ ബെൽറ്റ് ഓരോ സോണിനും ഉണ്ട്. മനസ്സിലായോ? 24 സോൺ ഉണ്ട്. 24 സോണിനും എന്തുണ്ട്? ഒരു നാരോ ബെൽറ്റ് ഉണ്ട്. നാരോ ബെൽറ്റ് റണ്ണിങ് ഫ്രം നോർത്ത് ടു സൗത്ത്. നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോകുന്ന ഒരു നാരോ ബെൽറ്റ് ഉണ്ട്. Then with an west east extent of 15 degrees of longitude. എന്താണ്? വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് എത്ര വ്യത്യാസം വരും? 15 ഡിഗ്രി ഓഫ് എക്സ്റ്റെന്റ്, 15 ഡിഗ്രീസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്. അതായത് ഏകദേശം 15 ഡിഗ്രി വ്യത്യാസം. അതാണ് നമ്മൾ പറഞ്ഞത് 24 ആവുമ്പോ 24 ടൈം സോൺസ്. ഒരു സോൺ എന്ന് പറയുന്നത് 15 ഡിഗ്രി ആണ്. അങ്ങനെ 24 × 15 360. പഠിച്ചതല്ലേ കഴിഞ്ഞ ദിവസം? അല്ലെ? അപ്പൊ in 1884
International Prime Meridian Conference decided to world divided into 24 time zones. Each time zone extend each zone extend 15 degrees of longitude. Then 24 into 15 is equal to 360. That is a circle. A circle that is 360 degree. That is a circle degrees 360. In a few cases, the west-east extent is multiple of 7.5 longitude. ചില സ്ഥലങ്ങളിൽ മാത്രം 7.5 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്. മിക്കവാറും 15 ഡിഗ്രി എക്സ്റ്റെൻഡ് ആണ്. Sometimes it may be 7.5 degree longitude. The west-east boundary of each time zone was adjusted with the political boundaries of those countries falling within that time zone. The previous class we studied then a circle is about 360 degrees. Then our earth is like a circle. In 1884, International Prime Meridian decided to world divided into 24 time zones. Each time zone each longitude extend 15 degree longitude. Okay. ഇത്രയാണ് പറഞ്ഞത്. ഇനി ഒരു 2 പാരഗ്രാഫും കൂടെ ചെറിയൊരു പാരഗ്രാഫ് കൂടെ ബാക്കിയുണ്ട്. Time is going to over. മക്കളെ എന്തെങ്കിലും സംശയം ഇന്ന് എടുത്തതില് നമ്മുടെ ഈ ടൈംസിൽ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ ഒന്ന് കൈ കാണിച്ചേ മിസ്സിനെ. I will clear it. If you have any doubt, please ask me now. No. Adira, are you okay? Any doubt? Then Joel Reginald? No doubt. Just switch on your camera. No doubt. Doubt undo? Clear ano? Yes. Nijar? Yes. Jiva George? Jiva? Heaven? Heaven? Yes. But today's homework, please read the lesson 5 times. Please read the lesson 5 times and ask your parents to put sign on it. Don't forget it. Please read the lesson 5 times. 5 പ്രാവശ്യം തന്നെ വായിക്കുക. After your reading, ask your parents to put the sign on it. അതിന്റെ മുകളിൽ സൈൻ ചെയ്യാൻ പറയാം. ഒരു 2 പ്രാവശ്യം അച്ഛനെ വായിച്ചു കേൾപ്പിക്കുക, ഒരു 3 പ്രാവശ്യം അമ്മേനെ വായിച്ചു കേൾപ്പിക്കുക. മനസ്സിലായല്ലോ? 5 പ്രാവശ്യം അടുപ്പിച്ച് അവർക്ക് വായിച്ചു കേൾക്കുമ്പോൾ അവർ പറയും എനിക്ക് ടൈം ഇല്ല എന്ന് പറയും. So, ഒരു 2 times read with the help of your parents, near the help of your father. Then baki 3 times near your mother. Okay. Then please read 3 times. കാരണം എന്താണ് ഞാൻ പറഞ്ഞത്, ഇത് മാറിപ്പോവും നമുക്ക് മനസ്സിലേക്ക്. It's very difficult to understand. So please read 3 times without fail. Okay. മക്കളെ നന്നായി വായിക്കുക. ഇനി ഇത് വായിച്ചതിന് ശേഷം വീണ്ടും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞു തരൂ ട്ടോ. Okay, tata, bye bye, see you. Bye bye.